Hi, this is Little Soul. Welcome to my Divine Journals. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ബൈബിൾ ജേണൽ മേക്കിംഗ് ആണ്. ഞാൻ ജേണൽ ചെയ്യാൻ എടുത്തിരിക്കുന്ന ബുക്ക് ഒരു സാധാരണ നോട്ട്ബുക്കാണ്. എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ സാധാരണ നോട്ട്ബുക്കും ക്രയോൺസും കളർ പെൻസിലും ചാർട്ട് പേപ്പറും ഒക്കെ ഉപയോഗിച്ചാണ് ഞാൻ ജേണൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബുക്കിലെ പേജിന് കട്ടി കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ സെപ്പറേറ്റ് വരച്ചാണ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുമ്പോൾ വെയിറ്റ് കാരണം ചിലപ്പോൾ അത് കീറി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞാനിവിടെ പെൻസിൽ വെച്ച് ആദ്യം ഒന്ന് വരച്ചതിന് ശേഷം വയലറ്റും യെല്ലോ ക്രയോൺസും മാറി മാറി വരച്ച് ഒരു ടെക്സ്ചർ ഡിസൈനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പേപ്പർ ബാഗൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ പേപ്പർ ബാഗിൻ്റെ ഒരു പീസ് വെച്ചിട്ട് ഒരു ബോർഡർ ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്. നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒരു പ്രത്യേക തീം അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് എടുത്ത് അങ്ങനെയുള്ള 5 വാക്യങ്ങൾ, അങ്ങനെയുള്ള 5 ബൈബിൾ വാക്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ജേണൽ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വിഷയമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് താങ്ക് യു ജീസസ് എന്നുള്ളതാണ്. അതായത് ദൈവത്തിന് നന്ദി പറയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബൈബിളിൽ പല ഭാഗങ്ങളിൽ പല പുസ്തകങ്ങളിലായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് പ്രചോദനമായിട്ടുള്ള ബൈബിൾ വേർഡ്സാണ് നമ്മൾ എഴുതി സൂക്ഷിക്കുന്നത്. പക്ഷേ നന്ദി പറയേണ്ടതിൻ്റെ പ്രാധാന്യത്തെ കാണിക്കുന്ന ബൈബിൾ വേർഡ്സും ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ഇതെൻ്റെ ആദ്യത്തെ ബൈബിൾ ജേണലായതുകൊണ്ട് ഞാൻ അതാണ് വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ജീസസ് എന്നൊന്ന് എഴുതിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് ഔട്ട്ലൈൻ ഇട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊരു ഫ്ലവർ വരച്ചിട്ട് ജസ്റ്റ് അതൊന്ന് കളർ ചെയ്ത് ഇതുപോലെ ഔട്ട്ലൈൻ ഇട്ട് കട്ട് ചെയ്തതാണ്. അതും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു സ്റ്റിക്കർ ഒരു സെറ്റ് ഓഫ് സ്റ്റിക്കേഴ്സ് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് A4 പേപ്പറിലെ കളർ പ്രിൻ്റ് എടുത്തതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ പേജിൻ്റെ താഴെയും ഒരു ബോർഡർ ഡിസൈൻ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 2 വചനങ്ങൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി അത് ഒട്ടിക്കുന്ന ഭാഗം റെക്കോർഡായില്ല വീഡിയോ എടുത്തപ്പോൾ. അപ്പോൾ ആ വചനങ്ങൾ ഇതാണ്: എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. 1 തെസ്സലോനിക്ക 5:18. അടുത്തത്: പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും, അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ ഞാൻ വിവരിക്കും. സങ്കീർത്തനം 9:1. ഇത് ജസ്റ്റ് ബ്ലെസ്സഡ് എന്നൊന്ന് എഴുതിയിട്ട് അതൊരു ലേബൽ പോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അടുത്ത വചനം: കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നും നിലനിൽക്കും. സങ്കീർത്തനം 107:1. അടുത്ത വചനം: നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. കൊളോസോസ് 3:17. അടുത്തതായിട്ട്: എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ചെയ്യുവിൻ. എഫേസോസ് 5:20. ഇതും നേരത്തെ കാണിച്ചതുപോലെ വെറുതെ A4 പേപ്പറിലൊന്ന് പെൻസിൽ കൊണ്ട് വരച്ചു കൊടുത്ത് കളർ ചെയ്ത ഔട്ട്ലൈൻ കട്ട് ചെയ്തെടുത്ത ഒരു ഫ്ലവറാണ്. ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച ഒരു സ്റ്റിക്കർ ബുക്കാണ്. അപ്പോൾ വചനങ്ങളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പ് തോന്നുന്ന സ്ഥലത്ത് 1, 2 സ്ഥലത്ത് നമുക്ക് 1, 2 സ്റ്റിക്കേഴ്സ് കൂടി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. നിങ്ങൾക്കും ഇതുപോലെ ബൈബിൾ ജേർണൽ ഈസിയായി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും വരാം. ഈശോ എൻ ചാരേയിരിക്കുന്നു.